എൻ്റെ പേര് രാഹുൽ, എൻ്റെ സ്ഥലം ചെങ്ങന്നൂരാണ്. ഇതെൻ്റെ 2016 മോഡൽ ഫോർച്യൂണർ. ഏകദേശം 1,20,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. ഇത് 4x4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ആദ്യത്തെ വണ്ടി നമ്മുടെ ഇത് കോളീസായിരുന്നു. അതിപ്പോൾ ഏകദേശം ഒരു 4,10,000 കിലോമീറ്റർ അടുത്ത് ഓടി. നമ്മൾ സെക്കൻഡ് ഓണറാണ്. 2004 എടുത്ത വണ്ടിയാണത്. അതിൻ്റെ ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ടൊയോട്ടയിൽ ഇത്രയും നാളായിട്ട് തന്നെ ഉറപ്പിച്ചിരുന്നത്. അതിനുശേഷം ഇന്നോവ എടുത്തപ്പോഴും 1,70,000 കിലോമീറ്റർ ഓടിയപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്. 10 കൊല്ലത്തിനടുത്ത് നമ്മൾ ഉപയോഗിച്ചായിരുന്നു. അതിന് പണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനെയാണ് അതിന് ശേഷം ക്രിസ്റ്റയെ നോക്കിയത്. ക്രിസ്റ്റ 40,000 കിലോമീറ്റർ ഓടുമ്പോഴാണ് നേരെ ഇതിലോട്ട് നമ്മൾ പോകുന്നത്. അല്ല, എനിക്ക് 2012 മുതൽ ഫോർച്യൂണറിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ നമ്മൾ അന്ന് ബുക്ക് ചെയ്തിരുന്നതായിരുന്നു. അപ്പം അപ്പൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി പറഞ്ഞ യാത്രാ സുഖമില്ല എന്നൊക്കെ. ആ 2012 മോഡലിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് വേണ്ടാന്ന് വെച്ചത്. അതിനുശേഷമാണ് ഇന്നോവ എടുത്തത് എല്ലാം. എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇന്നോവ നല്ല യാത്രാ സുഖമാണ്, പക്ഷേ അത്യാവശ്യം ഒരു പറന്നോടിക്കണം, പവറൊക്കെ ഓടിക്കണം എന്ന് വെച്ചാൽ ഞാൻ ലോങ് പോകുമ്പോൾ എന്തായാലും ഇതേ എടുക്കത്തുള്ളൂ. അത് 45,000 രൂപയാണ് അതിൻ്റെ ചിലവ്. മറ്റേ കണ്ടെയ്നറിൽ കൊണ്ടുവരാൻ വേണ്ടി അതിന് 45,000 രൂപ. ഏകദേശം അത് ഒരു മാസത്തിനടുത്തെടുത്ത്. അവരെനിക്ക് 4 ദിവസം കൊണ്ടാണ് തരാമെന്ന് പറഞ്ഞത്, പക്ഷേ ഒരു മാസത്തിന് അടുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ചെങ്ങന്നൂർ എത്തിച്ചേരാനാണെന്നാണ് പറഞ്ഞത്, പക്ഷേ അവരെത്തിച്ചത് ട്രിവാൻഡ്രത്ത് എത്തിച്ചു. ട്രിവാൻഡ്രത്ത് നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വരാനായിരുന്നു. അത് എനിക്ക് വിശ്വാസക്കുറവായതുകൊണ്ട് ഞാൻ അവിടെ പോയി വണ്ടി എടുക്കുമായിരുന്നു. കാരണം ഒരു മാസത്തിന് അടുത്തെടുത്തായിരുന്നു. അത് ഇവർ അവിടുന്ന് വണ്ടി എടുത്താൽ വേറെ വണ്ടിക്ക് എവിടെയാണ് ഡെലിവറി ഉള്ളത് അവിടെ ആ വണ്ടി ഇറക്കിയിട്ട് അവിടുന്ന് വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടോ എന്ന് അന്വേഷിച്ച് ആ വണ്ടി എടുത്തുകൊണ്ടേ ഇവർ വരത്തുള്ളൂ, അവർക്ക് ലാഭത്തിന് വേണ്ടി. അങ്ങനെ അങ്ങനെ ഏകദേശം ഒരു മാസത്തിനടുത്തെടുത്ത്. നല്ല വൃത്തിക്ക് ടെൻഷനായിരുന്നു. അത് ചെന്നൈയിൽ നാളെ വിട്ട് അന്വേഷിപ്പിച്ച്, ബാംഗ്ലൂരിൽ വെച്ച് അന്വേഷിപ്പിച്ച്. ചെന്നൈയിൽ ചെന്നിട്ടില്ലായിരുന്നു, ബാംഗ്ലൂരിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബാംഗ്ലൂരിൽ നമ്മുടെ ഒരു ചേട്ടൻ പോയി അന്വേഷിച്ച് അങ്ങനെയൊക്കെയാണ്. പിന്നെ വണ്ടി പോയി എടുത്തത് ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഒരു ടീമായിരുന്നു. അപ്പോൾ അവർ അവിടെ പോയി ഈ വണ്ടി തന്ന ആളെ അന്വേഷിച്ച്. അങ്ങനെ അവർ പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതുപോലെ ഇന്നതാണ് കാര്യമെന്ന് അവർ പറഞ്ഞു. അപ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടിയത്. ഇല്ലില്ല, ഞാൻ പോയതേ ഇല്ല. ഞാൻ വണ്ടി കാണുന്ന നാട്ടിൽ വന്നിട്ടാണ് വണ്ടി കാണുന്നത്, അല്ലാതെ ഫോട്ടോ വഴിയേ കണ്ടുള്ളൂ. നല്ല റിസ്ക് എടുത്ത്. പുള്ളി ഈ ഫീൽഡിലായതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കയറി കൈവച്ചത്. അതിന് ഏകദേശം 4,93,000 രൂപയ്ക്ക് എടുത്തായി, കേരളത്തിലെ ടാക്സ്. അത് എൻ്റെ വണ്ടിയുടെ നമ്പറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. അത് ഏകദേശം 25,000 രൂപയ്ക്ക് എടുത്തായി. ആ നമ്പർ ഉൾപ്പെടെയാണ് 4,93,000 ആയത്. 25 രൂപ. അതിന് 470 60 സംതിങ്ങിനടുത്ത് ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 4 മാസത്തിനടുപ്പിച്ച് ഓടിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണ്ട 6 മാസം വാലിഡിറ്റി ഉണ്ടായിരുന്നു. NOCക്ക് 6 മാസമായിരുന്നു തോന്നുന്നു. അപ്പം എനിക്ക് നമ്പറിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളായിരുന്നു, അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ലായിരുന്നു. എനിക്ക് സർവീസ് ഏകദേശം ഒരു 12, 16, 17 എന്തായാലും നിൽക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക് പാഡ് മാറേണ്ട വരുമ്പോഴേ ഉള്ളൂ. ബ്രേക്ക് പാഡ് എനിക്ക് മാറേണ്ട വന്നിട്ടില്ല. എനിക്ക് ഏകദേശം ഒരു 35,000-40,000 കിലോമീറ്റർ അടുത്ത് ബ്രേക്ക് പാഡിൻ്റെ മൈലേജ് കിട്ടുന്നുണ്ട്. അത് തന്നെ നല്ല മൈലേജല്ലേ ബ്രേക്ക് പാഡിന്. അങ്ങനെ ബാക്കി ഫിൽറ്റർ എനിക്ക് മാറണ്ട. ഫിൽറ്റർ നമ്മുടെ BMCയുടെ ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ എവരി 5,000 കിലോമീറ്ററിൽ ചെക്കപ്പിന് കയറ്റും. 10,000 കിലോമീറ്റേഴ്സിൽ ഓയിൽ മാറും. ഒരു 17 താഴെ എന്തായാലും നിൽക്കുന്നുണ്ട് എനിക്ക്. പിന്നെ ബ്രേക്ക് പാഡ് മാറേണ്ട വന്നാലേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണം. എനിക്ക് ഏകദേശം 8 മുതൽ 16 വരെ കിട്ടിയിട്ടുണ്ട്. ലോങ് പോകുമ്പോഴാണ്. നമുക്ക് ഇവിടെ ഏകദേശം 8, 9 അങ്ങനെ കിട്ടാറുള്ളൂ. പിന്നെ ഞാൻ കൂടുതലും റിലയൻസ്, നയാര അങ്ങനെ നല്ല പമ്പ് പ്രീമിയം നോക്കി അടിക്കുക. പിന്നെ കൂടുതലും കമ്പനി പമ്പുകൾ ഒക്കെ നോക്കി അടിക്കാറേ ഉള്ളൂ. ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് നോക്കിയാൽ ഞാൻ ഫ്യൂവലിൻ്റെ അലോയ്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ടയർ മാക്സിസ് ആണ് കിടക്കുന്നത്. 265 60 R18 ആണ് കിടക്കുന്നത്. ഫ്രണ്ട് ഗ്രില്ല് ഞാൻ മാറിയിട്ടുണ്ട്. അത് ഒരു പക്ക ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടി ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് മാച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പോർഷൻസും ഇതെല്ലാം ഡീക്രോം ചെയ്തതാണ്. ക്രോം ചെയ്യാനായിട്ട് ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അത് ചെയ്യാനായിട്ട് ഒരു ഇഷ്ടക്കുറവുണ്ട്.
എല്ലാവരും ചെയ്യുന്ന പോലെ ഓവറായിട്ട് ചെയ്താൽ ഒരു ഇതില്ല. ഇത് സ്റ്റോക്കായിട്ട് ചെയ്യുമ്പം അതിന് വേറെ ഒരു ലുക്ക് തന്നെയല്ലേ. ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ അലോയ്സാണ് മാറിയിരിക്കുന്നത്. മെയിനായിട്ട് അലോയ്സ് ടയേഴ്സ് വേറെ കമ്പനി ഇട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50ക്ക് അടുത്ത് ടയേഴ്സ് ഓടിയിട്ടുണ്ട്. അതിൽ ബേൺ ഔട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ബേൺ ഔട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിസ് എനിക്ക് നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. ബാക്കി വശം നമ്മൾ നോക്കുമ്പോഴത്തേനും ഇത് ഡീക്രോം ചെയ്തിട്ടുണ്ട്, എംബ്ലം. അതുപോലെ ഈ ഫോർച്യൂണറിൻ്റെ ഈ ബാഡ്ജിങ്ങും ഡീക്രോം ചെയ്തിട്ടുണ്ട്. ബാക്കി ഇത് നമ്മുടെ സിഗ്മ 4, അത് 4x4ൻ്റെ എംബ്ലമാണ്. പിന്നെ ഇത് കോഡ് 62 ഉണ്ട്. അതിൻ്റെ ഒരു പിന്നെ ബൂസ്റ്റാന്ന് അറിയിക്കാൻ വേണ്ടി നമ്മുടെ മോഡിഫൈഡ് ഓൺലൈനിൻ്റെ ഒരു ബാഡ്ജി.